Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമുക്ക് ഈ ചോദ്യം നോക്കാം. ഇതിൽ എ, ബി എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ ഉണ്ട്. ആദ്യം നമുക്ക് ഭാഗം എ നോക്കാം. മനുഷ്യ നേത്രത്തിന്റെ സമഞ്ജനക്ഷമത നിർവചിക്കുക. സമഞ്ജനക്ഷമതയിൽ പ്രധാന പങ്കുവഹിക്കുന്ന കണ്ണിന്റെ ഭാഗത്തിന്റെ പേരെഴുതുക. മാത്രമല്ല, അടുത്തുള്ള വസ്തുക്കളെയും അകലെയുള്ള വസ്തുക്കളെയും ഫോക്കസ് ചെയ്യുമ്പോൾ കണ്ണിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വിശദീകരിക്കുക. എന്താണ് സമഞ്ജനക്ഷമത? വ്യത്യസ്ത അകലങ്ങളിലുള്ള വസ്തുക്കളെ വ്യക്തമായി കാണുന്നതിനായി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള ലെൻസിന്റെ കഴിവിനെയാണ് സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. ഈ പ്രക്രിയയിൽ പ്രധാന പങ്കുവഹിക്കുന്ന കണ്ണിന്റെ ഭാഗമാണ് സീലിയറി പേശികൾ. ഇനി അടുത്തുള്ള വസ്തുക്കളെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ലെൻസിന് ചുറ്റുമുള്ള സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. ഇതിന്റെ ഫലമായി ലെൻസിന്റെ വക്രത കൂടുകയും ഫോക്കസ് ദൂരം കുറയുകയും അടുത്തുള്ള വസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ അകലെയുള്ള വസ്തുക്കളെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ലെൻസിന് ചുറ്റുമുള്ള സീലിയറി പേശികൾ വികസിക്കുന്നു. ഇതിന്റെ ഫലമായി ലെൻസിന്റെ വക്രത കുറയുകയും ഫോക്കസ് ദൂരം കൂടുകയും അകലെയുള്ള വസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യമായ ഭാഗം ബി നോക്കാം. മഴവില്ല് ഉണ്ടാകുന്നത് കാണിക്കുന്ന റേ ഡയഗ്രം വരയ്ക്കുക. ഈ ഡയഗ്രത്തിൽ പ്രകീർണനം നടക്കുന്ന ഭാഗം എ, ആന്തരപ്രതിപതനം നടക്കുന്ന ഭാഗം ബി, അപവർത്തനം നടക്കുന്ന ഭാഗം സി എന്ന് അടയാളപ്പെടുത്തുക. മഴവില്ല് കാണുന്നതിന് ആവശ്യമായ രണ്ട് നിബന്ധനകൾ ലിസ്റ്റ് ചെയ്യുക. നമുക്ക് ഭാഗം ബി പരിഹരിക്കാം. മഴവില്ല് ഉണ്ടാകുന്നത് കാണിക്കുന്ന റേ ഡയഗ്രം ഇതാണ്. ഈ ഡയഗ്രം ശ്രദ്ധിക്കൂ. സൂര്യനിൽ നിന്നുള്ള ധവളപ്രകാശം ജലത്തുള്ളിയിലേക്ക് പ്രവേശിക്കുന്ന എ എന്ന പോയിന്റിൽ അപവർത്തനവും പ്രകീർണനവും നടക്കുന്നു. പിന്നീട് ബി എന്ന പോയിന്റിൽ അത് ആന്തരപ്രതിപതനത്തിന് വിധേയമാകുന്നു. അവസാനം സി എന്ന പോയിന്റിലൂടെ വീണ്ടും അപവർത്തനം സംഭവിച്ച് അത് കാഴ്ചക്കാരന്റെ കണ്ണിൽ എത്തുന്നു. ഇനി മഴവില്ല് കാണുന്നതിന് ആവശ്യമായ രണ്ട് നിബന്ധനകൾ ലിസ്റ്റ് ചെയ്യാം. ഒന്നാമതായി, സൂര്യൻ കാഴ്ചക്കാരന്റെ പിന്നിലായിരിക്കണം. രണ്ടാമതായി, അന്തരീക്ഷത്തിൽ ജലത്തുള്ളികളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. സാധാരണയായി മഴയ്ക്ക് ശേഷം. നന്ദി. ഹാപ്പി ലേണിംഗ്.